വേദിയിൽ അധ്യക്ഷ പദമലങ്കരിക്കുന്ന വിനോദ് കോവിലകത്ത്, നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ ടി.കെ. ഹരിദാസ്, നമ്മുടെ രക്ഷാധികാരി മൂന്തൻ ചേട്ടൻ, ഈ ചമയോത്സവത്തിൻ്റെ ഏറ്റവും നല്ല വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സഹോദരിമാരായ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അതിലുപരി ഈ പരിപാടി ഭംഗിയായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായ എൻ്റെ ചമയാനഗർ പ്രദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ ഹരി പറഞ്ഞതുപോലെ പല നാട്ടിൻപുറങ്ങളിലും പലതരത്തിലുള്ള കലാപരിപാടികളും കായിക പരിപാടികളുമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു പ്രയാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അസൂയയുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു സങ്കടമുണ്ടായിരുന്നു. എന്താണ് അതിന് കാരണം? മുൻപൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, എനിക്കൊരു 56 വയസ്സ് പ്രായമുണ്ട്, എന്നേക്കാൾ പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള ആളുകളും അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ആളുകളുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറങ്ങളിൽ വലിയ കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടായ്മകളുടെ ഭാഗമായി പലതരത്തിലുള്ള കലാപരിപാടികളും ഉണ്ടാകാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്ന 4 ദിവസമാണ്. 1 ഓണം, 2 ഓണം, 3 ഓണം, 4 ഓണം. അത്തം മുതൽ 10 നാളെ ഓണം വരെ എന്ന് പറയുന്നത് പോലെ തന്നെയാണെങ്കിലും ഒരു വെക്കേഷനൊക്കെ കിട്ടുന്ന സമയമാണ് അല്ലേ? 10 ദിവസം വെക്കേഷൻ. അപ്പോൾ 10 ഓണം വരെയൊക്കെ ആഘോഷങ്ങൾ. അതെങ്ങനെയാണ് അന്നത്തെ ആഘോഷം? അന്നത്തെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ അന്ന് ഒരു വീട്ടിലാണെങ്കിൽ 2 ഓണത്തിൻ്റെ അന്ന് വേറെ വീട്ടിൽ, 3 ഓണത്തിൻ്റെ അന്ന് വേറെ വീട്ടിൽ, 4 ഓണത്തിൻ്റെ അന്ന് വേറെ വീട്ടിൽ, അങ്ങനെ ദിനപ്രതി പരിപാടികളാണ്. ഓണക്കളികളുണ്ടാവും, മറ്റ് പലതരത്തിലുള്ള ആഘോഷങ്ങൾ കൊണ്ട് വലിയ കൂട്ടായ്മകളുണ്ടായ ഒരു കൊച്ചു നാടാണ് നമ്മുടെ കേരളം. ഇന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് കാലം പുരോഗതി പ്രാപിക്കും തോറും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എവിടെ വെച്ചോ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി. ആ കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിലിപ്പോ, നേരത്തെ ഹരി പറഞ്ഞത്, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി പരിപാടികൾ കണ്ടുവരുമ്പോൾ അപ്പോൾ പഴയ കൂട്ടായ്മകൾ തിരിച്ചു വരികയാണ് എന്നുള്ളതാണ് എന്താ ഇന്ന് ഈ ചമയോത്സവത്തിലൂടെ ഇവിടെ രൂപം കൊണ്ടത്, അല്ലെങ്കിൽ രൂപം പ്രാപിച്ചത്. പഴയകാല കൂട്ടായ്മകൾ ഇല്ലാതായപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ 2 കൊച്ചു കുട്ടികൾ പ്രാർത്ഥന ചൊല്ലുകയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഞാനതിനെ ശ്രദ്ധിച്ചത് വളരെ ഗൗരവമായ ഒരു കാര്യം ആ പ്രാർത്ഥനയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും തുല്യരായി കാണുന്ന, ജാതിക്കും മതത്തിനും അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കാനാണ് ആ പ്രാർത്ഥനയിലൂടെയുള്ള സന്ദേശം. ഇപ്പൊ ഈ ചമയ ഉത്സവം അല്ലെങ്കിൽ ചമയോത്സവം ഹരി എന്നോട് പറഞ്ഞത് മെയ് മാസം 16-ാം തീയതി ഒരു ചെറിയ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. MS അതിന്റെ ഉദ്ഘാടനം നടത്തണം, വേറെ ആരെയും ക്ഷണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചെറിയ പ്രോഗ്രാം ആയിരിക്കുന്നു. പക്ഷെ ഇതൊരു വലിയ പ്രോഗ്രാമാണ്, ചെറിയ പ്രോഗ്രാമല്ല. ഒരു പ്രദേശത്തെ 98ഓളം വരുന്ന കുടുംബങ്ങളെ ഒരു നൂലിൽ മാല കോർക്കുന്നത് പോലെ കോർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്
ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തമായ കാര്യമാണ്. മനസ്സിലായില്ലേ? ഇതൊരു നാടിന്റെ സ്നേഹസമ്പത്ത് ഒരു കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ഉണ്ട്. അതിനകത്ത് വലിപ്പമില്ല, ചെറുപ്പമില്ല, അതുപോലെ തന്നെ ബാല്യമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ട് അല്ലെ? കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ അമ്മ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പുറത്ത് വർഗീസിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ആയിരിക്കും ഏറ്റവും പ്രായം എന്നവര്. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ ആളുകളും പ്രായം കുറഞ്ഞ കൊച്ചു കുട്ടികളും അല്ലെ, 10 വയസ്സ് പോലും തികയാത്ത കൊച്ചു കുട്ടികളടക്കം പങ്കെടുക്കുന്ന ഈ പരിപാടി, അത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും, ആരെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ ആളുകളെയും ഒരു ജനപ്രതിനിധി എന്നാലേ വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മ ഇന്ന് ഒരു ചമയോത്സവത്തോടു കൂടി നിന്നുപോകരുത്. നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകുന്ന കൂട്ടായ്മകൾ പഴയ കാലത്തുണ്ടായിരുന്നെങ്കിൽ അത്തരം കൂട്ടായ്മകൾ എപ്പോഴും നമ്മളെ വിട്ട് ഇല്ലാതായപ്പോൾ നമ്മുടെ നാടിനുണ്ടായ നഷ്ടവും തേങ്ങലും വിങ്ങലും ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കലാപരിപാടികൾ നടത്താൻ മാത്രമാകരുത്. ഈ 98 കുടുംബങ്ങളിലെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ പങ്കാളികളാകാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന എല്ലാവർക്കും കഴിയണം. കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകണം. ചമയനഗറിലെ ഓരോ മനുഷ്യനും, അത് സ്ത്രീയായാലും പുരുഷനായാലും കുട്ടികളായിരുന്നാലും, ഒരേ മനസ്സോടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത്തരത്തിലൊരു പരിപാടി ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം എന്താ? ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണമെങ്കിൽ ഒട്ടനവധി ആളുകളുടെ പ്രയത്നം വേണം, സാമ്പത്തികം വേണം, അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സന്മനസ് വേണം. അത്തരം സന്മനസ്സുകൾ ഉണ്ടാകുമ്പോഴാണ് നാട്ടിൻപുറങ്ങളിൽ മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. ഈ കൂട്ടായ്മയെ എല്ലാ കാലത്തും ഒരേപോലെ ചേർത്ത് നിർത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമേകാനും, ഞങ്ങൾക്ക് മുൻപ് ഒരു തലമുറ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും ഞങ്ങൾക്ക് നേർവഴി കാട്ടാൻ അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സന്ദേശമായി നൽകിയിട്ടുണ്ടെന്നും വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ കാണിച്ച ഈ കൂട്ടായ്മയുടെ എല്ലാ തരത്തിലുള്ള നല്ല വശങ്ങളെയും തുടർന്നും കൈപ്പിടിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രയാണത്തിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും, ഒരു കലാപരിപാടി മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്ത് ഓരോ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ 98 കുടുംബങ്ങളെയും ഒരേപോലെ കാണാനും കേൾക്കാനും അവരുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടാനും എല്ലാ ഈ കൂട്ടായ്മയുടെ ഭാഗമായി ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ച നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹ ഊഷ്മളമായ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.